ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കുറച്ച് ഷേപ്പൊക്കെ കുറവായിരിക്കും, എങ്കിലും തന്നെ നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നും വാങ്ങുന്നതിലും ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെയ്യാം, അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെയ്യുക, അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഒരു 3/4 കപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിക്കാത്തതാണെങ്കിൽ ഒരു 1/2 കപ്പ് എടുത്തിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് 3/4 കപ്പ് പൊടി നമുക്ക് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇളം ചൂട് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ വേണമെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിപ്പം ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ 3-4 പ്രാവശ്യം ഒന്ന് കൊട്ടി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ട പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ അത്രയും ടൈം ആകും എന്തായാലും ബേക്കായിട്ട് കിട്ടാൻ. അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുറന്ന് നോക്കാവുള്ളൂ. ഇനി നമുക്ക് ഈ സമയത്ത് വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ബ്ലേഡും അതുപോലെ ഈ പാത്രമൊക്കെ ഒന്ന് ഫ്രീസറിലൊരു 3-4 മണിക്കൂർ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഏറ്റവും ലോയിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം പിന്നെ കുറേശ്ശെയായിട്ട് കൂട്ടിയിട്ട് ഒരു 4-5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ക്രീം റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്ലേഡും അതുപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ഈ പാത്രവും ഒരു 4-5 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നമ്മുടെ ക്രീം കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് താഴേക്ക് കമത്തി കൊടുക്കുമ്പോൾ താഴെ പോകുന്നില്ലെങ്കിൽ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് എന്തായെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കമ്പ് വെച്ചൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഒട്ടും ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്കിനൊക്കെ അത്യാവശ്യം ചൂടുണ്ടാവും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെയർ തിരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് മാത്രം ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെയർ തിരിച്ചെടുക്കാം. നമ്മൾ കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കുന്നതിലും നന്നായിട്ട് കിട്ടുന്നത് നൂല് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ്.
അതുപോലെ തന്നെ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു 2 ലെയറിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഒരു 3 ലെയറിൽ ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ലെയറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 2 ലെയറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ 2 ലെയറിലും അത്യാവശ്യം നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഒരു ബോർഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ ലെയറിൽ ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ക്രീം അത്യാവശ്യം നന്നായിട്ട് തേച്ച് കൊടുക്കണം, നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ ലെയറിൻ്റെ മേലെ കൂടെ വേണം കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് അതുപോലെ ചെറീസൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പം അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ അധിക ഷേപ്പൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ മേലെ കൂടി ഇനി ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്ന് മിനുക്കി എടുത്താൽ മതി. ഇനി നമുക്ക് സൈഡിൽ കൂടെയൊക്കെ ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടെയും കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അത് കുറച്ച് പണിയാണ്, എങ്കിലും നമുക്ക് പറ്റുന്ന പോലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മേലെ കൂടെ ഓരോ ചെറീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും. ഇനി നടുവിലും കൂടെ ഒരെണ്ണം വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ. അപ്പോൾ നമ്മുടെ കേക്കിലെ ആ ഷുഗർ സിറപ്പൊക്കെ കേക്കിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.